എംപ്ലോയിയും എംപ്ലോയിയുടെ ഫ്രണ്ട്സും വന്നിട്ട് ഞങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് എന്ന് കമന്റ് ഇട്ടത് കൊണ്ട് ആക്ച്വൽ ഇഷ്യൂ എന്താന്ന് പറയുവാണ്. അപ്പൊ തലേന്ന് അവര് CBC ട്രിവാൻഡ്രം വന്നിട്ടാണ് വണ്ടി ടോ ചെയ്ത് എടുത്തിട്ട് പോയത്. ഞങ്ങൾ അവരുടെ അടുത്ത് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തതും എന്തായാലും. കാരണം അതിന്റെ തലേന്നൊക്കെ ഒരുപാട് പേരെ വിളിച്ചിട്ട് നോട്ട് റീച്ചബിളോ അവരാരും വന്നതും ഒന്നുമില്ല. അപ്പൊ CBC ട്രിവാൻഡ്രം ഏറ്റെടുത്തതിന് ശേഷം കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കിയപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴും കാണാം പുള്ളി ഞങ്ങളോട് വീട് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്തത്. എന്നിട്ട് വണ്ടി ടോ ചെയ്ത് എടുത്തിട്ട് പോയിട്ട് പുള്ളി ഞങ്ങളുടെ ഇൻസ്റ്റയിൽ കമന്റ് ബോക്സിൽ കയറി കമന്റ് ഇട്ടു, AdBlue 0% ആയത് കൊണ്ടാണ് ഇഷ്യൂ ഉണ്ടായത്, അല്ലാണ്ട് വേറൊരു ഇഷ്യൂ ഇല്ലാന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ മാനേജേഴ്സിനെയും CBC ട്രിവാൻഡ്രം സന്ധ്യ മാമിനെയും ഒക്കെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അവർ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ കമന്റ് ഡിലീറ്റായി. AdBlue 30% ഉണ്ട് എന്ന് സന്ധ്യ മാം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പുള്ളിക്ക് വാർണിംഗ് കൊടുത്തു എന്നും. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു 0% എന്ന് കമന്റ് ഇടാനുള്ള ഉദ്ദേശം എന്താണ് ബ്രോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ പുള്ളി പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് തോന്നിയ കമന്റ് ഞാൻ ഇടുമെന്നാണ്. വേറൊരു ഇൻസ്റ്റ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു കമന്റ് ഇട്ടാൽ ഞങ്ങൾക്ക് നോ ഇഷ്യൂസ്. ബട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി കയറിയിട്ട് റിയൽ ഇഷ്യൂ അല്ലാതെ എന്നിട്ടത് കൊണ്ടാണ് ഞങ്ങളത് ചോദിച്ചത്. അപ്പൊ അവിടെ നിന്നുള്ള റെസ്പോൺസ് ഇങ്ങനെ വീഡിയോയിൽ കണ്ടാൽ അറിയാം പുള്ളീനെ അവിടെ നിന്നുള്ളവർ പിടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോവാ ചെയ്തത്. കാരണം പുള്ളി ഞങ്ങളുടെ അടുത്ത് തല്ലാൻ വാടാ, നിങ്ങൾക്ക് എന്നെ തല്ലണോ, തല്ലാൻ വാടാ, തല്ലടാ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള പ്രകോപനമായിരുന്നു. അവിടെ നിന്നുള്ള എല്ലാവരും പിടിച്ചു മാറ്റി പുള്ളിയെ കൊണ്ടുപോയി. അവിടെ നിന്നുള്ള ബാക്കി എംപ്ലോയീസും സന്ധ്യ മാമും ട്രിവാൻഡ്രം കൊല്ലം മഹേന്ദ്രയുടെ ഷോറൂമിൻ്റെ ഒക്കെ മാനേജേഴ്സും എല്ലാവരും വിളിച്ച് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സോറി പറഞ്ഞു. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആ എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്. അതുപോലെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്, പുള്ളിയുടെ ഒരു ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് കാരണം CBC ട്രിവാൻഡ്രത്തിനാണ് ആ പേര് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് വാർണിംഗ് കൊടുത്ത് നിർത്തിയിട്ട് അവിടെ ആളില്ലാത്തത് കൊണ്ട് അന്ന് വിളിപ്പിച്ചിട്ട് പുള്ളി വന്നതാണ് എന്നും അവിടുന്ന് സന്ധ്യ മാമും മാനേജേഴ്സും ഒക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ പുള്ളിയുടെ ഫേസ് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് ബ്ലർ ചെയ്തിട്ട് ഇടുന്നതായാലും എല്ലാം ആയതും. ഈ എംപ്ലോയിയുടെ കമന്റ് വന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും ക്ലാരിഫൈ ചെയ്ത് ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായാലും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇടണം എന്ന് യാതൊരുവിധ ആഗ്രഹവും ഇല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആക്ച്വലി അവിടെ നടന്ന ഇഷ്യൂ. പുള്ളിക്ക് വാർണിംഗ് കൊടുത്തതിൻ്റെ പേരിലും തലേന്ന് ഞങ്ങളുടെ വണ്ടി ടോ ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ വന്ന ടൈമിൽ പ്രോപ്പർ യൂണിഫോമോ പ്രോപ്പർ ഷൂസോ ഒന്നും ധരിക്കാത്തതിൻ്റെ പേരിലും മാനേജേഴ്സ് വിളിച്ച് പുള്ളിയോട് സംസാരിച്ചതിൻ്റെ ഒരു ഇതായിരിക്കാം പുള്ളി ഞങ്ങളോട് പിറ്റേന്ന് ചെന്ന് ചോദിച്ചപ്പോൾ തീർത്തത്.